പൂവത്തുംകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമല്ല, വ്യവസായികൾക്ക് ആവശ്യമായ വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന സ്റ്റേറ്റായാലും കേരളം മാറിയിട്ടുണ്ട്. അത് തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ വൈദ്യുതി രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പുതിയ പുതിയ കോഴ്സുകൾ വേണം. നമ്മുടെ ഈ വേദിയിരിക്കുന്ന ആളുകളൊക്കെ SSLC കഴിഞ്ഞാൽ അന്ന് പ്രീ ഡിഗ്രി ആയിട്ട്, ഡിഗ്രി ആയിട്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇങ്ങനെ ഒരു തട്ടയാണ്. അതിനപ്പുറം തട്ട് നമുക്ക് അറിഞ്ഞു. ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്ന പല ഡിഗ്രികളും നമുക്ക് പറയാൻ തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എവിടെ പോയി പഠിക്കാനും കഴിയുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ട് അല്ലേ? എവിടെ പോയി പഠിക്കാനും ബുദ്ധിമുട്ടില്ല. പണ്ട് ഞങ്ങളുടെ ഇടവരയിൽ പഠിക്കുന്ന ആളുകൾ അസ്മാബി കോളേജ് വേണോ KKT വേണോ എന്ന് ചോദിച്ചാൽ അസ്മാബി കോളേജ് വേണമെന്ന് തന്നെ പറയുന്നത്. കാരണം എന്താ അറിയോ, അസ്മാബി കോളേജിൽ പോകാൻ ഒരു ബസ് മതി എന്നാണ്. അതാണ് എൻ്റെ ബസ് സ്കൂൾ കോളേജല്ലാണെന്നല്ല, ഒരു ഒറ്റ ബസ്സല്ലേ പോകുള്ളൂ. അങ്ങനെ മറ്റേ 2 ബസ് കയറേ കൊടുക്കലൂർ കയറി അപ്പുറത്തേക്ക് കയറി ഇങ്ങോട്ട് വരുമ്പോഴും 2 ബസ്, അപ്പോൾ 4 അതുകൊണ്ട് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ FMS ഞങ്ങളുടെ അസ്മാബി കോളേജും പല രീതിയിൽ ഭരിക്കുകയാണ്. ഇപ്പോഴങ്ങനല്ല, ലോകത്തിന്റെ ഏത് സ്ഥലങ്ങളിൽ പോകാനും നമ്മുടെ കുട്ടികൾ തയ്യാറാണ്. ഇപ്പൊ യുദ്ധം നടന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മളതിന്റെ കാര്യങ്ങളുണ്ട്. ബാങ്ക് വൈസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ എന്നിവർ അവാർഡ് വിതരണം നടത്തി. വാർഡ് മെമ്പർ TS ശീതൾ, ബാങ്ക് ഡയറക്ടർമാരായ MR ജോഷി, MS മോഹൻദാസ്, P അജിത് കുമാർ, TB ശ്രീജ എന്നിവർ സംസാരിച്ചു. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.